NGU നടത്തിയ USSന്റെ മാത്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ രണ്ടാം ഭാഗമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ നമ്മൾ 2 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഐഡന്റിഫൈ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാവ് എ സിംപ്ലിഫൈഡ് ഫോം ഓഫ് 2/5. 2/5ന്റെ റെഡ്യൂസ് ചെയ്ത അത് ഇതിനകത്ത് 2/5 ഏതാ വരാന്നാണ് ചോദ്യം. അപ്പോൾ 12/25 ഇത് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റില്ല, കാരണം രണ്ടിലും കോമൺ ഫാക്ടർ ഒന്നും വരുന്നില്ല അല്ലേ. 12/25 അപ്പോൾ ഇതെന്തായാലും വരത്തില്ല. അതിനകത്ത് കോമൺ ഫാക്ടർ ഒന്നും 12ഉം 25 ഒരുപോലത്തെ ഇല്ലല്ലോ. രണ്ടിലും ഒരേപോലെ നമ്മൾ ഡിവൈഡ് ചെയ്ത് നമുക്ക് ചെറുതാക്കാൻ പറ്റത്തില്ല, റെഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്കത് ഒഴിവാക്കാം. ഇനി അടുത്തത് 14 and 35 വരുന്നത്. അതിന് നമുക്ക് ചെറുതാക്കുമ്പോൾ 2/5 കിട്ടുന്നുണ്ട്, അറിയാലോ. 7 2s are 14, 7 5s are 35. അടുത്ത് 18 13 വരുമ്പോൾ അവിടെ 3/5 വരിക, അത് പറ്റത്തില്ല. പിന്നെ ഉള്ളത് 8/20. 8/20 എന്ന് പറഞ്ഞാൽ 2/5 വരും ചെറുതാക്കുമ്പോൾ, അറിയാലോ. ഡിവൈഡ് ചെയ്ത് കോമൺ ഫാക്ടർ ഉപയോഗിച്ച് ഡിവൈഡ് ചെയ്ത് ചെറുതാക്കിയാൽ മതി. അപ്പം നമ്മുടെ ആൻസർ അതുകൊണ്ട് കഴിഞ്ഞില്ല, നമ്മൾ അവിടെയല്ല ടിക്ക് ഇടേണ്ടത്, നമ്മുടെ ആൻസർ ഇവിടെ വരും. അപ്പോൾ എവിടെയൊക്കെ 2/5 കിട്ടിയേ? 2 and 4. 2ഉം 4ഉം ഓപ്ഷനിലുണ്ടോ? യെസ്, 2 and 4 ഓപ്ഷനിലുണ്ട്. അപ്പോൾ അതാണ് കറക്റ്റ് ആൻസർ വരിക. മനസ്സിലായോ? അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. വളരെ സിമ്പിളായ ക്വസ്റ്റ്യൻസ് ആണ്. ഇത് വളരെ സിമ്പിളാണ്, ഒരു മാർക്ക് എന്തായാലും കിട്ടാവുന്ന ക്വസ്റ്റ്യൻസാണ്. അതിനാണ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറയുന്നേ? അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ട് വായിച്ചു നോക്കിക്കേ. എ സ്ട്രിങ് ഈസ് ഡിവൈഡ് ഇൻടു 2 പാർട്ട് ഇൻ ദ റേഷ്യോ ഓഫ് 5:7 ഇഫ് ദ ലെങ്ത് ഓഫ് ലാർജർ ഈസ് 17 1/2. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് സ്മോളർ പീസ്? അപ്പൊ നമുക്ക് തരുമ്പോൾ നമുക്ക് അതിനെ കറക്റ്റായിട്ട് ഇങ്ങനെ എഴുതി വെക്കാം. 5:7 എന്നുള്ള റേഷ്യോയിൽ ഡിവൈഡ് ചെയ്തു. ഇതിൽ വലിയ ഭാഗം എന്ന് പറയുന്ന 7 അത് തന്നിട്ടുണ്ട്. എത്ര തന്നിട്ടുള്ളേ? 17 1/2 എന്ന് ഫ്രാക്ഷനിൽ തന്നിരിക്കുന്നത്. നമുക്ക് അതിനെ ഡെസിമലിലേക്ക് ആക്കുവാണെങ്കിൽ കുറച്ച് എളുപ്പത്തിൽ ചെയ്യാം. അപ്പൊ നമ്മൾ 17.5 എന്ന് കൊടുക്കുക, അതാണ് കുറച്ച് എളുപ്പത്തിൽ ചെയ്യാമേ. ഇനി ഇത് നമുക്ക് അറിയാവുന്ന ഡെസിമലിന്റെ പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 7 ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണോ ഈ 17.5 കിട്ടുന്നത്, അതേ നമ്പർ കൊണ്ട് ഇവിടെയും 5നെ മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് താഴത്തെ ആൻസർ കിട്ടും. അതായിരിക്കും നമ്മുടെ ആൻസർ വരിക. അപ്പൊ മക്കളെ, ഇവിടെ ഇത് അറിയത്തില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ 17 ഇതിനെ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് നമുക്ക് ആൻസർ കിട്ടും. 17.5നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്താലും മതി, ആൻസർ കിട്ടും. അപ്പൊ നമ്മുടെ ആൻസർ എത്രയായിരിക്കും ഡിവൈഡ് ചെയ്യുമ്പോൾ വരിക? 2.5 അല്ലേ. 2 7s are 14, അങ്ങനെ 2.5 വരും. എല്ലാവർക്കും അറിയാലോ ഡിവൈഡ് ചെയ്യാൻ. 2.5 ആണ് ഇവിടെ വരുന്നത്. അതായത് 7നെ 2.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 17.5 കിട്ടുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതേ 2.5 കൊണ്ട് ഇവിടെ 5നെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ നമുക്ക് എത്ര കിട്ടും ആൻസർ വരിക? അപ്പൊ നമുക്ക് 2.5 × 5 എന്ന് പറഞ്ഞാൽ നമുക്ക് 12.5 എന്ന് കിട്ടും. ഇതാണ് ആൻസർ വരിക. ഇത് നമ്മൾ ഓപ്ഷനിലേക്ക് വരണം. ഓപ്ഷനിലേക്ക് വരുമ്പോൾ 12.5 അവിടെ ഉണ്ടോ? നോ, 12.5 അവിടെ ഇല്ല. പക്ഷേ 12 1/2 ഈസ് ഈക്വൽ ടു 12.5 അല്ലേ. അപ്പൊ അതാണ് ആൻസർ വരിക. ഓക്കെ, ഇത് ഒന്നും കൂടെ ഒറ്റ പ്രാവശ്യം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല, പക്ഷെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചെയ്ത് പഠിക്കുക, അപ്പൊ മനസ്സിലാവും. ഓക്കെ, അപ്പൊ ആ ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിക്കേ. എന്താ? എ സാക്ക് കണ്ടെയ്ൻ 75 kilograms ഓഫ് റൈസ്. ഒരു പാക്കറ്റിൽ എത്രയാ ഉള്ളത്? 75 കിലോ. ഒരു ചാക്കിൽ 75 kilograms ഓഫ് റൈസ് ഉണ്ട്. ദിസ് പാക്ക്ഡ് ഇൻടു പാക്കറ്റ്സ് ഓഫ് 1.5 kilogram. ഈ 75 അതായത് 75 kilogram ഉണ്ട്, അതിനെ 1.5ന്റെ പാക്കറ്റുകളിലാക്കിയാണ് ഡിവൈഡ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു പാക്കറ്റ് ഹൗ മെനി പാക്കറ്റ്സ്? ഓരോ പാക്കറ്റും 1.5 ആണ്. അങ്ങനെയാണെങ്കിൽ എത്ര 1.5 ഉണ്ടെന്ന്? അപ്പൊ നമ്മൾ ഈ 75നെ എങ്ങനെയാ ഡിവൈഡ് ചെയ്യണ്ടേ? എന്തുമായിട്ടാ ഡിവൈഡ് ചെയ്യണ്ടേ? 1.5 ആക്കി ഡിവൈഡ് ചെയ്യണം. ഡെസിമലിനെ ഡിവൈഡ് ചെയ്ത് നമുക്ക് ഓൾറെഡി അറിയാം, അത് നമുക്കെല്ലാം ഈസിയാണ്. അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് എത്രയാ? 50 ആണ് വരുന്നത്. അപ്പൊ എത്ര പാക്കറ്റ് ഉണ്ടാവും? 15 പാക്കറ്റ് ഉണ്ടാവും. വളരെ എളുപ്പമാണ്, ഡയറക്റ്റ് ചോദിച്ചേക്കുവാണ് ഡിവിഷൻ. ഓക്കെ, അപ്പൊ ഡിവിഷൻ ചെയ്താൽ മതി. ഇനി അടുത്ത വന്നിട്ട് നമ്മുടെ ഈ ഫിഗർ, ഈ 36 എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ, നമ്മുടെ ഈ ഫിഗർ ശരിക്കും നോക്കിക്കേ. ഈ ഫിഗറിനകത്ത് ആംഗിൾ എ തന്നിട്ടുണ്ട്. ആംഗിൾ എ എന്ന് പറയുന്നത് തന്നിട്ടുണ്ട് 50 ഡിഗ്രി. ആംഗിൾ ബി എന്ന് പറയുന്നത് 30 ഡിഗ്രി തന്നിട്ടുണ്ട്.
അങ്ങനെയാണ് ആംഗിൾ സി എത്രയായിരിക്കും എന്നാണ് ചോദ്യം. ആംഗിൾ സി കണ്ടുപിടിക്കണമല്ലോ. ആംഗിൾ സി എന്ന് കണ്ടുപിടിക്കണം നമുക്ക്. അപ്പോൾ ഈ 50യും ഈ രണ്ട് ഇതൊരു വലിയ ആംഗിൾ ആണെങ്കിൽ ഇങ്ങനെ എടുക്കുവാണെങ്കിൽ ഇതൊരു ട്രയാങ്കിൾ ആണല്ലോ, അതിനെയാണല്ലോ ഈക്വൽ ഇങ്ങനെ മൂന്നാക്കി അതിനെയാണ് വീണ്ടും ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ എടുക്കുവാണെങ്കിൽ ഇത് മൂന്നും കൂടെ കൂട്ടുമ്പോൾ എത്ര വരണം? 180. ട്രയാങ്കിളിന്റെ സം എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രിയാണ്. അപ്പൊ ഇത് രണ്ടും തന്നു. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്ര വരണം എന്നറിയാവോ? അതായത് ഈ 15 30 എന്ന് പറഞ്ഞാൽ 180 അല്ല 80 എന്ന് വരും. ട്രയാങ്കിളിന്റെ സമ്മ് 180 ആണ്. അപ്പൊ മൂന്നാമത്തെ ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ എങ്ങനെയാ കണ്ടുപിടിക്കുക? ഇത് മൈനസ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് എത്രയാ കിട്ടുക? 100 എന്ന് കിട്ടും. ഓക്കെ. അപ്പൊ ഇതിന്റെ ഈ രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്രയാ വരുന്നത്? 100 ആണ് വരുന്നത്. രണ്ടും കൂടെ കൂട്ടുമ്പം 100 ആണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ എക്സ് എത്രയായിരിക്കും? എക്സ് മാത്രം എത്രയായിരിക്കും? 50 ആയിരിക്കും. കാരണം 100 ആണല്ലോ വരുന്നത്. ഇനി അടുത്തത് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? ഇത് 50 ആണ്. അപ്പൊ ഇത് എത്രയായിരിക്കും? ഇത് 50 ആണെങ്കിൽ ഇവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് 30 ആണ് അല്ലേ? 50യും 30യും വന്നു. അടുത്തത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഇത് എത്രയാണെന്നാ ചോദ്യം. അപ്പം നമ്മുടെ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യാം. മൂന്നും കൂടെ കൂട്ടുമ്പോൾ ഈ ട്രയാങ്കിളിന്റെ മൂന്നും കൂടെ കൂട്ടുമ്പോൾ എന്ത് വരണം? 180 വരണമല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 50യും 30യും കൂടെ കൂട്ടുമ്പോൾ എത്രയാണ് വരുന്നത്? 50യും ഇതാ ഇവിടെ 30 ഓൾറെഡി തന്നിട്ടുണ്ട്. അവിടെ നമ്മുടെ ഇതാ 30 ആണ്, ഇവിടെ 50 ആണെന്ന് പറഞ്ഞു. അപ്പം 50 + 30 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 80 ആണ് അല്ലേ? 50 + 30 എന്ന് പറഞ്ഞാൽ 80 ആന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഈ y കണ്ടുപിടിക്കണ്ടേ? ഈ y കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് മൂന്നും കൂടെ കൂട്ടുമ്പോൾ എത്രയാ വരിക? 180 ആണ് വരുന്നത് അല്ലേ? വരുന്നത് ആ ട്രയാങ്കിൾ ആണ്. ട്രയാങ്കിൾ മൂന്നും കൂടെ കൂട്ടുമ്പോൾ 180 ആണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ y എത്രയായിരിക്കുന്നത്? y എത്രയാണെന്ന് അറിയണമെങ്കിൽ എങ്ങനെയാ കണ്ടുപിടിക്കുക? y എത്രയാണെന്ന് അറിയണമെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കും? നോക്കിക്കേ, നമ്മുടെ ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഈ x50 നമ്മൾ എഴുതി. അപ്പൊ x50 ഇവിടെ കുറെ ഓപ്ഷനിൽ കാണിക്കുന്നുണ്ട്. പിന്നെ y എന്താന്ന് നോക്കിയാൽ മതി. y എന്താന്ന് നോക്കുമ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞു എത്രയാ വരിക? ഇത് എത്രയാ വരിക? ഇത് 50 വന്നു, ഇത് 30 വന്നു, 80 വന്നു. 180 മൈനസ് ഈ ആൻസർ 80 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാ വരിക? 100 ആണ്. അപ്പോൾ y എന്ന് പറയുന്ന ആംഗിൾ 100 എന്ന് വരും. ഇത് ഓപ്ഷനിലുണ്ടല്ലോ, ഓപ്ഷനിലുണ്ട്. അപ്പൊ നമ്മുടെ ഉത്തരം എന്താണ്? ശരിയാണ്. വളരെ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ. ഇനി അടുത്ത് ഇത് നമ്മൾ 6ാം ക്ലാസ്സിൽ HCFും LCM ഒക്കെ നമ്മൾ കണ്ടുപിടിക്കാൻ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇപ്പൊ HCFും LCMും തന്നു, അതിന്റെ പ്രൊഡക്റ്റാണ് കണ്ടുപിടിക്കേണ്ടെങ്കിൽ നമ്മൾ എന്നാ ചെയ്യണ്ടേ? HCFും LCMും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് പ്രൊഡക്റ്റ് കിട്ടും. ആ റൂളുണ്ട്. നമുക്ക് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കണം. പ്രൊഡക്റ്റ് ആണ് കണ്ടുപിടിക്കണ്ടെങ്കിൽ HCF × LCM എഴുതി വെച്ചോണം. HCF × LCM. ഇനി നമുക്ക് പ്രൊഡക്റ്റ് തന്നു, HCFോ LCM ആണോ കണ്ടുപിടിക്കണ്ടെങ്കിൽ എന്നാ ചെയ്യണ്ടേ? ഫോർ എക്സാമ്പിൾ നമുക്ക് HCF കണ്ടുപിടിക്കണ്ടെങ്കിൽ പ്രൊഡക്റ്റ് കൊണ്ട് തന്നിട്ടുള്ളതിനെ ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ. ഇനി നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇൻ ദ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ഓഫ് 2 നമ്പർ is 60. അപ്പൊ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താ? LCM തന്നിട്ടുണ്ട്. ആൻഡ് ദർ പ്രൊഡക്റ്റും തന്നിട്ടുണ്ട്. അത് എത്രയാ വന്നിരിക്കുന്നത്? 240 ആണ്. അപ്പൊ നമ്മൾ എന്നാ കണ്ടുപിടിക്കണ്ടേ? നമ്മൾ കണ്ടുപിടിക്കേണ്ടത് HCF ആണ്. അപ്പം ഒന്നും കൂടെ പറയാം മക്കളെ, LCMോ HCFോ ആണോ കണ്ടുപിടിക്കേണ്ടതെങ്കിൽ എന്താ ചെയ്യണ്ടേ? പ്രൊഡക്റ്റിനെ തന്നിരിക്കുന്ന കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇനി പ്രൊഡക്റ്റ് ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നമ്മൾ എന്നാ ചെയ്യണ്ടേ? പ്രൊഡക്റ്റ് ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ HCMും LCMും കൂടെ എന്ത് ചെയ്യാം? HCFും LCMും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യനിൽ വന്നിട്ട് നമുക്ക് HCF ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നമ്മുടെ LCM എന്ന് പറയുന്നത് എത്രയാ വന്നിട്ടുള്ളത്? LCM എന്ന് പറയുന്നത് 60 ആണ്. പിന്നെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 240. പ്രൊഡക്റ്റിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം, 16 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പം എത്രയായിരിക്കും ആൻസർ വന്നിട്ടുണ്ടാവുക? വളരെ സിമ്പിൾ ആണ്. എത്രയാണ്? 4 ആണ് ആൻസർ വരിക. ഓക്കെ. അപ്പൊ നമ്മുടെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറഞ്ഞാൽ HCF എന്ന് പറഞ്ഞാൽ എത്രയാ വരിക? 4 ആണ് വരുന്നത്. ഓക്കെ.
അത്രയും കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തൊരു ക്വസ്റ്റിനോട് നമുക്ക് നോക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറയുന്നത് നോക്കിക്കേ. അതായത് ദ സൈഡ്സ് ഓഫ് ദ ട്രയാങ്കിൾ. ഒരു ട്രയാങ്കിളിന്റെ സൈഡ്സിന്റെ പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ട്രയാങ്കിളിന്റെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇവിടെ ട്രയാങ്കിളിന്റെ രണ്ട് സൈഡ് എന്ന് പറയുന്നത് ഒരു സൈഡ് 3 തന്നു, ഒരു സൈഡ് 9 തന്നു. മൂന്നാമത്തെ സൈഡ് ആവാനുള്ള ചാൻസ് ഏതാണെന്നാണ് ചോദ്യം. ഏതായിരിക്കും മൂന്നാമത്തെ സൈഡ് വരിക എന്ന്. അപ്പൊ നോക്കിയേ, ഇവിടെ മൂന്നാമത്തെ സൈഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ ഏതെങ്കിലും നമ്പർ കൊടുക്കാം. ഞാൻ എക്സാമ്പിളിന് ഒരു 7 കൊടുക്കുവാന്ന് ഓർത്തോ. 7 കൊടുത്തു. അപ്പൊ ചെറിയ രണ്ട് നമ്പറുകൾ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ മൂന്നാമത്തെ വലിയ നമ്പറിനേക്കാൾ സമ്മ് വലുതാണെങ്കിൽ അതുകൊണ്ട് എന്ത് ചെയ്യാം, ട്രയാങ്കിളിന്റെ സൈഡ്സ് ആവാൻ സാധ്യതയുണ്ട്. അതാണ് അതിന്റെ റൂള് അല്ലേ. അതാണ് റൂള് വരുന്നത്. അപ്പൊ ആ റൂള് ഫോളോ ചെയ്യുന്ന ഇതിനകത്ത് ഏത് ഓപ്ഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം. അപ്പൊ ചെറിയ രണ്ട് സൈഡ് കൂട്ടുമ്പോൾ വലുതിനേക്കാൾ സമ്മ് വലുതായിരിക്കണം. ഇവിടെ 7 3 എത്ര വരുന്നത്, 10 വരുന്നത്. ഇവിടെ വലിയ സൈഡ് 9 9നേക്കാൾ വലുതല്ലേ 10. അപ്പൊ എന്താണ്, അത് പറ്റും അല്ലേ. ഇനി ഞാൻ വേറെ ഇവിടെ ഒരു ഓപ്ഷൻ എടുക്കുവാണ്. ഇവിടെ നമ്മൾ എത്രയൊക്കെയായിരുന്നു വരച്ചിട്ടുണ്ടായിരുന്നേ. ഞാൻ ഓപ്ഷൻസ് ഇവിടെ 9 3 അല്ലേ, ഞാൻ ഈ 4 എടുത്തു. അപ്പൊ ചെറിയ രണ്ട് സൈഡ് കൂട്ടുമ്പോൾ മൂന്നാമത്തെ ഈ വലിയ സൈഡിനേക്കാൾ വലുതാണോ ആ സമ്മ്? അല്ല. അപ്പൊ അതെന്താണെന്ന് പറ്റത്തില്ല. അപ്പൊ അത് പറ്റത്തില്ലെങ്കിൽ പിന്നെ ഇത് പറ്റുമോ? അതും പറ്റത്തില്ല, ഇല്ലല്ലോ. അപ്പൊ ഇവിടെ ഏതാ പറ്റാ, ഈ സി എന്ന് എടുത്ത് നോക്കിക്കേ. സി ആണെങ്കിൽ എന്താണ്, ചെറിയ ഇതിനകത്ത് ഓരോ ഓപ്ഷൻ ചെയ്ത് നോക്കുമ്പോൾ നമുക്കറിയാം അതാണ് പോസിബിൾ ആണ്. അപ്പൊ ഓപ്ഷൻ സി ആണ് ആൻസർ വരിക. അതിന്റെ റൂള് നമ്മുടെ മൈൻഡിലേക്ക്, ട്രയാങ്കിളിന്റെ സൈഡ്സ് ആവാനുള്ള മെഷർമെന്റ് ഏതാന്ന്, ട്രയാങ്കിളിന്റെ സൈഡ്സിന്റെ പ്രത്യേകത നമുക്ക് അറിയാമല്ലോ. അപ്പൊ പിന്നെ ട്രയാങ്കിളിന്റെ സൈഡ്സിന്റെ പ്രത്യേകത അറിയാവുന്ന ആ റൂള് മൈൻഡിലുണ്ടെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാം. അപ്പൊ ഇന്ന് ഡിസ്കസ് ചെയ്ത അത്രയും ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അല്ലെങ്കിൽ വലിയ ലോങ് വീഡിയോ ആയിരിക്കും, നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം എന്ത് ചെയ്യാം, നെക്സ്റ്റ് വീഡിയോയിൽ അടുത്ത ക്വസ്റ്റ്യൻസ്. അപ്പൊ ഇതെല്ലാം എന്ത് ചെയ്യാം, നന്നായിട്ട് ചെയ്ത് പഠിക്കാം. ഓക്കെ.